ഹായ്, ഞാൻ കിരൺ. ഞാൻ ആദ്യം തന്നെ ടോപ്പിക്കിലോട്ട് വരാം. അതായത് നമ്മൾ ഈ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ, ഈ ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പൊതുവേ ആൾക്കാർ പറയുന്നേക്കാം അങ്ങനെ പുറത്തുനിന്ന് അധികം ഭക്ഷണം കഴിക്കരുത്. അവിടെ ഈ ഹോട്ടലുകളിലൊക്കെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കെമിക്കൽ അതിൽ ചേർക്കുന്നുണ്ട്. ആ കെമിക്കൽ നമുക്ക് ശരീരത്തിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, ക്യാൻസർ വരും, ട്യൂമർ വരും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വാട്സപ്പിൽ ഇന്നലെ കൂടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അജിനോമോട്ടോ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ? പൊതുവെ എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് ഈ അജിനോമോട്ടോ ചേർത്ത ഭക്ഷണം കഴിക്കരുത് എന്ന്. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ? എന്താണ് അജിനോമോട്ടോ? ഈ അജിനോമോട്ടോ എന്നുള്ളത് ഒരു ബ്രാൻഡ് നെയിം, ഒരു ജാപ്പനീസ് കമ്പനിയാണ് ഈ അജിനോമോട്ടോ. അവർ നിർമ്മിക്കുന്ന ഒരു ടേസ്റ്റ് എൻഹാൻസർ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അതായത് MSG എന്ന് പറയുക തന്നെ, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്? സിമ്പിളാണ്. നമ്മുടെ ശരീരത്തിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ തക്കാളിയിലും ചീസിലൊക്കെ കാണുന്ന ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതിന് പ്രത്യേകം തരം ഒരു രുചിയാണ് ഈ ഗ്ലൂട്ടാമിക് ആസിഡിന്. അതും സോഡിയമും ചേർന്നതാണ് ഈ MSG, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എങ്ങനെ, ആര്, എപ്പോൾ, എന്തിന് കണ്ടെത്തി? ഇത് 1902 ഏതാണ്ട് 120-122 വർഷങ്ങൾക്ക് മുന്നേ ജപ്പാനിലെ ഒരു കെമിസ്ട്രി പ്രൊഫസർ, അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു കെമിസ്ട്രി പ്രൊഫസർ ഇക്കിനെ ഇക്കെഡ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ പ്രൊണൗൺസിയേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചോ, അത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പേര് കാണാം. അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് സൂപ്പ് കുടിക്കുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന രുചിയേക്കാളും നമുക്ക് സാധാരണ എന്തൊക്കെ രുചി കിട്ടുന്നത്? ഒന്ന് കയ്പ്പ്, പുളി, മധുരം, ഉപ്പ്, ഇതൊക്കെയല്ലേ? ഇതല്ലാണ്ട് വേറൊരു തരം രുചി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ രുചിക്ക് കാരണമെന്ന് അദ്ദേഹം റിസർച്ച് ചെയ്തപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഈ ജപ്പാനിലൊക്കെ ഈ ഭക്ഷണങ്ങളിൽ അധിക അളവിൽ ഉപയോഗിക്കുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. അതായത് കടലിൽ വളരുന്ന ഒരു തരം ചെടി, അത് കൊമ്പു എന്ന് ഈ ജപ്പാൻ ഭാഷയിൽ തന്നെ പറയും. അത് പൊതുവെ അവിടെ ഈ ഭക്ഷണത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു. അതാണ് ഈ ടേസ്റ്റിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ ചെടിയിലെ എന്ത് കണ്ടൻ്റാണ് ഈ പ്രത്യേകതരം ടേസ്റ്റിന് കാരണം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. അതായത് ഈ പ്രത്യേകതരം ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധാരണ 4 ടേസ്റ്റ് അല്ലാതെ ഉമാമി എന്ന് പറയുന്ന വേറൊരു തരം ടേസ്റ്റ്, അത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതല്ലേ. അത് നോർമലി നാച്ചുറലായിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ഇറച്ചിയിലൊക്കെ അത് ധാരാളം അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു ടേസ്റ്റ് നമ്മൾ ഏത് ഭക്ഷണത്തിനും ഈ MSG ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഈ ചെടിയിലുള്ള ഈ ഗ്ലൂട്ടാമിക് ആസിഡാണ് ഈ ഒരു ടേസ്റ്റിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിൽ നിന്ന് വേർതിരിച്ച്, ഗ്ലൂട്ടാമിക് ആസിഡ് വേർതിരിച്ച് സോഡിയവുമായി ചേർത്ത് MSG എന്നുള്ള ഒരു പുതിയൊരു കെമിക്കൽ അദ്ദേഹം കണ്ടെത്തി. എന്നിട്ട് അതിനെ അജിനോമോട്ടോ എന്ന പേരിൽ പാറ്റൻ്റ് എടുത്തിട്ട് അദ്ദേഹം മാർക്കറ്റിലിറക്കി. ഇതാണ് സംഭവിച്ചത്. ഇത് സാധാരണ നമുക്ക് ഉപ്പിനെ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആൾക്കാർ ഈ പേടിക്കുന്നതിൻ്റെ കാരണം എന്ത്? അതിനൊരു കാരണമുണ്ട്. അതായത് 1970കളിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രാങ്ക്സ്റ്റർ, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. ആ സമയത്ത് ഒരു പ്രാങ്ക്സ്റ്റർ, അദ്ദേഹം എല്ലാവരും പ്രാങ്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു ദിവസം ഭക്ഷണം കഴിച്ച്, അതായത് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്ത്, ദ ന്യൂ ഇംഗ്ലണ്ട് ജേർണലിലേക്ക് ഒരു കത്തെഴുതി. അതായത് ചൈനീസ് ഭക്ഷണം കഴിച്ചതിന് ശേഷം എനിക്ക് വയറിളക്കവും ഛർദിയും മറ്റ് ദേഹാസ്വസ്ഥതയൊക്കെ ഉണ്ടായിന്ന്. അത് ഈ അജിനോമോട്ടോ ചേർത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് എനിക്കങ്ങനെ ഉണ്ടായതെന്ന് ദ ന്യൂ ഇംഗ്ലണ്ട് ജേർണലിലേക്ക് ഒരു കത്തെഴുതി. ദ ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ എന്ത് ചെയ്തു? ഇത് പബ്ലിഷ് ചെയ്തു. ശരിക്കും അദ്ദേഹം ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്തതാണ്. ആ പ്രാങ്കാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിച്ചിട്ട് പ്രചരിപ്പിക്കുന്നത്. ഈ അജിനോമോട്ടോ കഴിക്കാൻ പാടില്ല, അത് എന്തോ വലിയൊരു കെമിക്കലാണ്, നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലാണ്, ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനമാണെന്ന് വരുത്തി തീർക്കണത് ഇപ്പോൾ. ശരിക്കും അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഗ്ലൂട്ടാമിക് ആസിഡും സോഡിയമും ചേർന്ന ഒരു കെമിക്കൽ, അത്രേ ഉള്ളൂ. അതിന് ഏതൊരു ആരോഗ്യ സംഘടനയും ഇതുവരെ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഒരു കൺട്രിയിലും അത് ബാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ WHO ആവട്ടെ, FDA ആവട്ടെ, ആരും ഇത് ബാൻ ചെയ്തിട്ടില്ല. ഇത്രയും അളവിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊന്നും ആരും എവിടെയും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. അതെങ്ങനെ സയൻറ്റിഫിക് ബേസ് പോലും ഇല്ല, അങ്ങനെ ഇത്രയും അളവിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഈയിടയ്ക്ക് ഒരു
ചാനൽ ചർച്ചയിൽ കണ്ട്, അതായത് 0.4 മില്ലിഗ്രാം ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. 0.4 മില്ലിഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അത് നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റിയാണ്. അത്രയൊക്കെ ഉപയോഗിച്ചാൽ വിഷം കഴിച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് മരിക്കാൻ പറ്റില്ല അത്ര അളവിൽ. അതായത് 0.4 മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ മില്ലിഗ്രാം എത്ര അറിയില്ലേ, അതും 0.4. അപ്പോൾ അത് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഒരു വിദഗ്ധൻ ചാനൽ ചർച്ചയിലിരുന്ന് പറയുന്നത് കേട്ട്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കുറേ റിസർച്ച് ചെയ്തത് ഇതിൻ്റെ പുറകിൽ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് എവിടെയും പറയുന്നില്ല. ശരിക്കും ഇതിൻ്റെ ഒരു ടോക്സിക് ഡോസ് ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിനേക്കാളും, അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പിനേക്കാളും 5 മടങ്ങ് കൂടുതൽ. സാധാരണ നമ്മൾ ഉപ്പ് എത്ര ഉപയോഗിക്കും? ഓരോ ആളുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും. ഞാനൊക്കെ ഉപ്പ് കുറച്ച് കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ആളുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും. അപ്പോൾ അതിനേക്കാളും 5 മടങ്ങ് കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമേ ഈ ചെറിയതായിട്ടുള്ള സിംറ്റംസ്, തലവേദന, ഛർദ്ദൽ പോലത്തെ ചെറിയ സിംറ്റംസ് കാണിച്ചെന്ന് വരും. അത് 1000-ൽ-ഒരാൾക്ക് മാത്രം. അതിപ്പോൾ നമ്മൾ അധിക അളവിൽ ഉപ്പ് കഴിച്ചാലും, ഇപ്പോൾ സാധാരണ കഴിക്കുന്നതിൻ്റെ 2 ഇരട്ടി ഉപ്പ് കഴിച്ചാലും ഇതേപോലുള്ള നമുക്ക് ഭയങ്കര ദാഹം ഉണ്ടായിട്ട് വൊമിറ്റിങ്ങിനൊക്കെ തോന്നും അല്ലേ? അത്രയേ ഉള്ളൂ ഈ അജിനോമോട്ടോ. അല്ലാതെ ഇത് പേടിക്കേണ്ട വലിയ ഭീകരമായിട്ടുള്ള ഒരു കെമിക്കലൊന്നും അല്ല. പിന്നെ ഒരു കാര്യം, ഈ MSG അധികം ഉപയോഗിക്കുന്ന ഒരു കൺട്രിയാണ് ജപ്പാൻ. അവിടെ എല്ലാ ഭക്ഷണത്തിലും ഇതവർ ഉപയോഗിക്കും. അവിടുത്തെ ഒരു ആയുർദൈർഘ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയെക്കാളും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ അധിക അളവിൽ ഉപയോഗിച്ചിട്ടും അവിടെ ഇങ്ങനത്തെ യാതൊരു ഗുരുതര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറുതെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാതെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നതാണ്. അതായത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റീസ് പ്രചരിപ്പിക്കുന്നതാണ്. പിന്നെ കുറേ നമ്മുടെ നാട്ടിലുണ്ടല്ലോ നാച്ചുറലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെയാണ്, അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. പിന്നെ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ ഈ അജിനോമോട്ടോ അല്ലാതെ ഈ കളറിന് വേണ്ടിയിട്ട് കുറേ കെമിക്കൽസ് ഉപയോഗിക്കും. അത് നമ്മുടെ ശരീരത്തിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ അജിനോമോട്ടോ, അതായത് MSGനെ കൊണ്ട് യാതൊരു പ്രശ്നവും നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നില്ല. അതിനൊരു സയൻറ്റിഫിക് എവിഡൻസ് പോലും ഇല്ല. കുറേ റിസർച്ച് ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ടുണ്ട്. ഒരു റിസർച്ചിലും ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുമെന്ന് ഒരു എവിഡൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഇനി നമ്മൾ അജിനോമോട്ടോ ചേർത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ അവർ മനസ്സിലാക്കിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ എല്ലാവരിലും എത്തിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.